ഹലോ, എല്ലാവർക്കും പ്രൈമാവിസ്റ്റ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് PSCയുടെ ഇന്ന് നടത്തിയ 10th ലെവൽ പരീക്ഷയുടെ ആൻസർ കീയാണ്. അപ്പോൾ അതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നേരെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിന് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ആണ്. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയാണ്. മലബാറിൻ്റെ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങളെ അടിച്ചമർത്താൻ രൂപീകരിച്ചു എന്നുള്ളത് ശരിയാണ്. കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷൻ. അപ്പോൾ മാപ്പിള കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ വില്യം ലോഗൻ കമ്മീഷനാണ്. ഇനി മലബാർ കലാപത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TL സ്ട്രെയിഞ്ച് ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 1, 3, 4, 2 എന്നുള്ളതാണ്. അതായത് ആദ്യം നടന്നത് കുണ്ട്ര വിളംബരമാണ്, അടുത്ത് നടന്നത് മലയാളി മെമ്മോറിയലാണ്, അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹമാണ്, അത് കഴിഞ്ഞാണ് നിവർത്തന പ്രക്ഷോഭം. അടുത്ത് ചേരുംപടി ചേർക്കുക. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1, 2 ആണ്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനാണ് എന്ത്? പ്രത്യക്ഷ രക്ഷ ദേവസഭ അഥവാ PRDS പൊയ്കയിൽ കുമാര ഗുരുദേവൻ, അത് പൊയ്കയിൽ അപ്പച്ചൻ്റെതാണ്. അടുത്ത് മൂന്നാമത്തത് വാഗ്ഭടാനന്ദൻ വരുന്നത് ആത്മവിദ്യാ സംഘമാണ്. വൈകുണ്ഠസ്വാമികളുടേതാണ് സമത്വ സമാജം. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ഏത്? ഓപ്ഷൻ ബി ആണ്, വേദാധികാര നിരൂപണം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹമാണ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം എന്നുള്ളത് ശരിയാണ്. TK മാധവൻ്റെ നേതൃത്വം നൽകി എന്നുള്ളത് ശരിയാണ്. AK ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണ് ആര്? AK ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നത്. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു എന്നുള്ളത് ശരിയാണ്. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1950 ജനുവരി 26 ആണ്. ഏഴാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാണ്? 86 ഭേദഗതിയാണ്. 2002 86 ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? കടമ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 4A കടമകളെക്കുറിച്ച് പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ സ്വത്തവകാശമാണ്. ഓക്കെ, സ്വത്തവകാശം നീക്കം ചെയ്ത് എത്രാമത്തെ ഭേദഗതിയിലാണ്? 44ാമത്തെ ഭേദഗതിയിലാണ്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബ്രിട്ടനാണ്. 11ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, DY ചന്ദ്രചൂഡാണ്. അടുത്ത ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഓം ബിർളയാണ്. 13ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ബന്ധമില്ലാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപനം എന്നുള്ളത് തെറ്റാണ്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ശരിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു എന്നുള്ളത് ശരിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ശരിയാണ്. ഓക്കെ, അടുത്ത 14ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലകനാണ്. 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം ഉൾപ്പെടും. ഓക്കെ, ഏതൊക്കെയാണ്? കർഷകരുടെ ദുരിതങ്ങൾ വരും, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം വരും, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ വരും, ശിപ്പായിമാരുടെ ദുരിതങ്ങളും ഉൾപ്പെടും. ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യമാണ്, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, അരുണ അസഫ് അലിയാണ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്, സൂര്യ സെന്നാണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി
ആരാണ്? ഓപ്ഷൻ ബി ആണ്, വിക്രം സാരാഭായി ആണ്. 19-ാം ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, റഷ്യയാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത്. 20-ാം ചോദ്യം, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സുസ്ഥിര വികസനമാണ്. 21-ാം ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ളതാണ്. അതായത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടും, പിന്നെ കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റുകൾ കിട്ടും, പിന്നെ കെട്ടിട നികുതി അടയ്ക്കലും അതിൽ നടക്കും. ഓക്കെ. അടുത്ത 22-ാം ചോദ്യമാണ്, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയുന്നതിനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സേഫ് കേരളയാണ്. അടുത്ത 23-ാം ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എയും സിയും. എ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയായിരുന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ കർത്താവും അദ്ദേഹമാണ്. ഓക്കെ. അടുത്ത 24-ാം ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? പോർച്ചുഗലിൻ്റെ അധീനതയിലുള്ള പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ്, ഗോവയാണ്. ഓക്കെ. 25-ാം ചോദ്യം, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആന്ധ്രാപ്രദേശാണ്. 26-ാം ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. ഓക്കെ. അടുത്ത 27-ാം ചോദ്യം, ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഈ ചോദ്യം ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയുന്നില്ല, ക്യാൻസൽ ആവാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ. 28-ാം ചോദ്യം, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഫെർട്ടിഗേഷനാണ്. 29-ാം ചോദ്യം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. 30-ാം ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബി ആണ്, കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നുള്ളതാണ് തെറ്റായത്. ഏതാണ്? പെരിയാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 31-ാം ചോദ്യമാണ്, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജീവിതം ഒരു പെയിൻറ്റിൽ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓക്കെ. അടുത്ത 32-ാം ചോദ്യമാണ്, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായാണ് ആചരിക്കുന്നത്? ഏത് വർഷമാണ്? ഓപ്ഷൻ എ ആണ്, ചെറുധാന്യ വർഷം അഥവാ മില്ലറ്റ് വർഷം എന്നറിയപ്പെടുന്നത് 2023 ഓക്കെ. അടുത്ത 33-ാം ചോദ്യം, പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ്, 1, 2, 4 എന്നുള്ളതാണ്. അതായത് മുതിരപ്പുഴ വരും, പിന്നെ പെരിഞ്ചാംകുട്ടി വരും, പിന്നെ കട്ടപ്പനയാർ വരും. തൊടുപുഴ പെരിയാറിൻ്റെ പോഷക നദി ഉൾപ്പെടുന്നതല്ല. ഓക്കെ. 34-ാം ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 തന്നെയാണ്. അതായത് നെയ്യാർ തിരുവനന്തപുരമാണ്, 2 ആണ് ചെന്തുരുണി കൊല്ലമാണ്, ഇനി 3 കരിമ്പുഴ ഏതാണ് വരുന്നത്? മലപ്പുറമാണ് വരുന്നത്, 4 അതായത് കൊട്ടിയൂർ കണ്ണൂറാണ് വരുന്നത്. ഓക്കെ. അടുത്ത 35-ാം ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? എന്തിനുള്ളതാണ്? mRNA വാക്സിൻ വികസിപ്പിച്ചെടുത്തതിനാണ്. ഓക്കെ. അടുത്ത 36-ാം ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം എന്നുള്ളതാണ്. അതായത് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് തെറ്റാണ്. ഓക്കെ.
ബാക്കി ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നുള്ളത് ശരിയാണ്. 1978 നിലവിൽ വന്നു എന്നുള്ളത് ശരിയാണ്. തേക്കടി വന്യജീവിസങ്കേതം എന്നറിയപ്പെടുന്നത് തെറ്റാണ്. ഓക്കെ, അടുത്ത 37ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, പോത്തുകലാണ്. അപ്പം ശുചിത്വം എന്ന് പറയുമ്പോൾ പോത്തിനെയൊക്കെ എപ്പോഴും നമ്മൾ കുളിപ്പിക്കുമല്ലോ, അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ. ഓക്കെ, 38ാമത്തെ ചോദ്യം. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വേമ്പനാട്ട് കായലാണ്. അടുത്ത 39ാമത്തെ ചോദ്യമാണ്. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. 1 മാത്രം എന്നുള്ളതാണ്. അതായത് പള്ളിവാസലും ചെങ്കുളമാണ്. ഓക്കെ, അടുത്ത 40ാമത്തെ ചോദ്യം. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. 40ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 മാത്രം എന്നുള്ളതാണ്. അതായത് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് എന്നുള്ളതാണ് ശരിയായത്. ഓക്കെ, കേരള തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, 41ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഉപദ്വീപ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളായ ഉപദ്വീപീയ നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതല്ല? 41ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം എന്നുള്ളതാണ്. അതായത് നർമ്മദ, താപ്തിയാണ്. ഓക്കെ, അടുത്ത 42ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 1 പ്രോജക്റ്റ് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ പി വീരമുത്തുവേലാണ്. അടുത്ത 43ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നീർവാർച്ചയുള്ള മണ്ണാണ്. 44ാമത്തെ ചോദ്യം. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? COP28 ഏതാണ്? 44ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാലാവസ്ഥാ വ്യതിയാനമാണ്. COP28 നടന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എവിടെയാണ് നടന്നത്? ദുബായിലാണ്. ഓക്കെ, ഡിസംബർ 1. 45ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. കർത്തവ്യം എത്ര എണ്ണം ഉണ്ട്? ഓപ്ഷൻ എ ആണ്, 11 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, പണ്ട് 10 ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒരു കടമയോടെ വന്നപ്പോഴേക്കും അത് 11. ഓക്കെ, അടുത്ത 46ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തിരൂർ ടു ബേപ്പൂറാണ്. ബേപ്പൂർ ടു തിരൂറാണ്. ഓക്കെ, 47ാമത്തെ ചോദ്യം. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ്, പാലാണ്. പാലിൻ്റെ ശുദ്ധത അളക്കാൻ വേണ്ടിയിട്ടാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, 48ാമത്തെ ചോദ്യം. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ ബി ആണ്, കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. ഓക്കെ, 49ാമത്തെ ചോദ്യമാണ്. ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നൈട്രജനാണ്. അപ്പോൾ നൈട്രജനും ഓക്സിജനൊന്നും ഹരിതഗ്രഹവാതകങ്ങളിൽ ഉൾപ്പെടില്ല. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എല്ലാം ഹരിതഗ്രഹവാതകങ്ങളാണ്. 50ാമത്തെ ചോദ്യം. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ എ ആണ്, സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ്. INA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്. 51ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ്, തമിഴ്നാടാണ് ശരിയായ ഉത്തരം. ഉച്ചഭക്ഷണ പരിപാടി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് തമിഴ്നാടാണ്. 52ാമത്തെ ചോദ്യം. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏതാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സുന്ദർവൻ ഡെൽറ്റ. ഓക്കെ, സുന്ദർവനം ഒരു ഡെൽറ്റയാണ് സുന്ദരവനം. ഓക്കെ, അടുത്ത 53ാമത്തെ ചോദ്യം. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്ന് ഏതാണ്? 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം ഒരു കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ഓക്കെ, അടുത്ത 54ാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ശരിയുള്ളതായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്, 1, 2, 3 ശരി, 4 തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? മനുഷ്യശരീരത്തിലെ പദാർത്ഥ സംവഹനം നടത്തുന്ന
രക്തപര്യന വ്യവസ്ഥയാണെന്നുള്ളത് ശരിയാണ്. രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുള്ളത് ശരിയാണ്. മനുഷ്യരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീവ്യവസ്ഥയാണെന്ന് പറയുന്നത് എന്താണ്? ശരിയാണത്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് വൃക്കയും കരളും എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. അടുത്ത 55ാമത്തെ ചോദ്യം. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? ഓപ്ഷൻ സി കോഴിക്കോടാണ്. 56ാമത്തെ ചോദ്യം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഉറുമ്പ് പൊടിയാണ്. ഓക്കെ, ഉറുമ്പ് പൊടി അഥവാ DDT ആണ് പരിസ്ഥിതി സൗഹൃദം അല്ലാത്ത കീടനാശിനി പ്രയോഗം. ഓക്കെ. 57ാമത്തെ ചോദ്യം. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങൾ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ ആണ്, എയറോപോണിക്സ് ആണ്. 58ാമത്തെ ചോദ്യം. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അഥവാ വൈറ്റമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യത്തിന് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി ആണ് ജീവകം. ഡി ആണ് അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് കണയാണ്. ഓക്കെ, കണ. അടുത്ത 59ാമത്തെ ചോദ്യം. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? നെല്ലിനമാണ്. നെല്ലിനങ്ങളാണ് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവയെല്ലാം. ഓക്കെ. 60ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ്. ഓക്കെ. 61ാമത്തെ ചോദ്യം. ഇരുമ്പിൻ്റെ അയിര് ഏത്? ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഹാമറ്റൈറ്റ് ആണ്. ഓക്കെ. ബോക്സൈറ്റ് ഏതിൻ്റെയാണ്? അലുമിനിയത്തിൻ്റെയാണ്. കലാമിനി ഏതിനാണ്? സിങ്കിൻ്റെയാണ്. ഓക്കെ. കുപ്രൈറ്റ് ഏതിൻ്റെയാണ്? കോപ്പറിൻ്റെയാണ്. ഹാമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെത്. അടുത്ത 62ാമത്തെ ചോദ്യം. പാരപ്പെറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഓക്കെ. 63ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ആയ INS മഹേന്ദ്രഗിരി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ സി ആണ്, ഒഡീഷയാണ്. 64ാമത്തെ ചോദ്യം. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സ്പെയിനാണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരാരാണ്? സ്പെയിനാണ്. 65ാമത്തെ ചോദ്യം. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രകീർണനമാണ്. അപ്പം കീറി പല വർണ്ണങ്ങളായിട്ട് വേർതിരിയും, അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രകീർണനം, കീറിയാണ് പല വർണ്ണങ്ങളായിട്ട് വിഭജിച്ച് മാറുന്നത്. ഓക്കെ. 66ാമത്തെ ചോദ്യം. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അഥവാ ശരിയായവ കണ്ടെത്തുക. 66ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോൺ എന്നുള്ളത് ശരിയാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നുള്ളത് തെറ്റാണ്. അറിയാലോ, ന്യൂക്ലിയസിന് പുറത്തായി വട്ടത്തിൽ ചുറ്റി ഷെല്ലുകളിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഇലക്ട്രോണുകൾ. ഇനി 67ാമത്തെ ചോദ്യം. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എൽസയാണ്. 68ാമത്തെ ചോദ്യം. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് 2023 പരിസ്ഥിതി ദിന സന്ദേശം. 2023 ഓക്കെ. 69ാമത്തെ ചോദ്യം. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അമിനോ ആസിഡാണ്. ഓക്കെ. പ്രോട്ടീൻ വിഭജിച്ചുണ്ടാകുന്നത് അമിനോ ആസിഡാണ്. അടുത്ത 70ാമത്തെ ചോദ്യമാണ്. കാൽവിരലുകൾക്കിടയിൽ പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫംഗസ് ആണ്. അത്ലറ്റിക് ഫുട്ടിന് കാരണമായിട്ടുള്ള ഏതാണ്? ഫംഗസ് ആണ്. 71ാമത്തെ ചോദ്യം. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്? ഏത് ഹോർമോണാണ്? 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇൻസുലിനാണ്.
അപ്പോൾ ഇൻസുലിൻ കുറവ് മൂലമാണ് എന്തുണ്ടാവുന്നത്? പ്രമേഹം ഉണ്ടാവുന്നത്. 72ാമത്തെ ചോദ്യം, 18 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികൾ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. 72ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആരോഗ്യ കിരണമാണ്. 73ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, കക്കോടി, കോഴിക്കോടാണ് ശരിയായ ഉത്തരം. 74ാമത്തെ ചോദ്യം, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ MS സ്വാമിനാഥനാണ്. 2023 സെപ്റ്റംബറിലാണ് അദ്ദേഹം മരിച്ചത്. മരിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. 75ാമത്തെ ചോദ്യം, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പെരികാർഡിയോ ആണ്. 76ാമത്തെ ചോദ്യം, ക്ഷയരോഗ ബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? ക്ഷയരോഗമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ വാക്സിൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, BCG ആണ്. 77ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം അഥവാ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം. ഓക്കെ. 78ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? വിസർജനാവയവം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, ഹൃദയമാണ്. ബാക്കി വൃക്കയും ത്വക്കും ശ്വാസകോശവും എല്ലാം വിസർജനാവയവമാണ്. 79ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? വൈറസ് മൂലം ഉണ്ടാകുന്നത് എയ്ഡ്സ് ആണ്. ബാക്കിയെല്ലാം ബാക്ടീരിയ കാരണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ. 80ാമത്തെ ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായുവറകളിൽ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, എംഫീസിമയാണ്. അപ്പോൾ ഇതാണ് ഇന്ന് ചോദിച്ച 80 ചോദ്യങ്ങൾ. അപ്പോൾ ഇത് LGS നിലവാരമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിനി വരാൻ പോകുന്ന LDK ആയാലും LGS ഈ ക്വസ്റ്റ്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതായത് പുതിയതായിട്ടൊരു പരീക്ഷ PSC നടത്തുമ്പോഴേക്കും ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും PSC എങ്ങനെയാണ് ക്വസ്റ്റ്യൻ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നോക്കുന്നത് വളരെ ഉപകാരമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്ന LDK നല്ല മാർക്ക് നേടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.